ഗോവിന്ദചാമിയുടെ ജയിൽ ചാട്ടം ക്രൈംബ്രാഞ്ചും അന്വേഷിക്കും. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് അന്വേഷണം. കണ്ണൂരിൽ നിന്നുള്ള ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥരാകും അന്വേഷണം നടത്തുക. സിജോ വി ജോൺ വിവരങ്ങൾ നൽകും. സിജോ, എന്താണ് അന്വേഷണം ക്രൈംബ്രാഞ്ചിന് വിടാൻ കാരണം? സമഗ്രമായ ഒരു അന്വേഷണം നടത്തണമെന്നതിന്റെ ഭാഗമായിട്ടാണ് ക്രൈംബ്രാഞ്ചിന് കേസ് കൈമാറാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഈ ജയിൽ ചാട്ടം ഉണ്ടായ ഉടനെ തന്നെ ജയിൽ വകുപ്പും അതോടൊപ്പം തന്നെ പോലീസിന്റെ ഒക്കെ പ്രാഥമിക അന്വേഷണമാണ് നടത്തുകയും ചെയ്തിരുന്നത്. ഇതിന് പിന്നാലെയാണ് ഇതിൽ കൃത്യമായ അന്വേഷണം, സമഗ്രമായ ഒരു അന്വേഷണം നടത്തുന്നതിന് വേണ്ടിയിട്ട് ഇത് ക്രൈംബ്രാഞ്ചിന് കൈമാറാൻ തീരുമാനിച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് അത്തരത്തിലുള്ള തീരുമാനം എടുത്തിരിക്കുന്നത്. സംസ്ഥാന പോലീസ് മേധാവി ഇത് സംബന്ധിച്ച് ഉത്തരവിറക്കിയതായാണ് ലഭ്യമാകുന്ന വിവരം. എന്തായാലും കണ്ണൂരിലെ ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർ തന്നെയായിരിക്കും ഇത് അന്വേഷിക്കുക. നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട് ജയിൽ വകുപ്പിന്റെ അന്വേഷണമുണ്ട്. അതോടൊപ്പം തന്നെ സർക്കാർ തന്നെ നിയമിച്ച 2 അംഗ സമിതി, ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായരും അതോടൊപ്പം തന്നെ റിട്ടയർഡ് ജയിൽ മേധാവി കൂടിയായ ജേക്കബ് ബനോസ്, ഈ 2 പേര് ചേർന്ന സമിതിയാണ് അന്വേഷണം നടത്തുന്നത്. ഇവർ കണ്ണൂർ സെൻട്രൽ ജയിലിൽ ഉൾപ്പെടെ സന്ദർശനം നടത്തുകയും ചെയ്തിരുന്നു. മറ്റു ജയിലുകളിലൊക്കെ വരും ദിവസങ്ങളിൽ സന്ദർശനം നടത്തി ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കുക, അതോടൊപ്പം തന്നെ ജയിൽ സുരക്ഷ എങ്ങനെ വർദ്ധിപ്പിക്കുക എന്നുള്ള സംബന്ധിച്ച റിപ്പോർട്ട് തയ്യാറാക്കാൻ ഉള്ള നടപടികൾ പുരോഗമിക്കുന്നതിനിടെയാണ് ഇത്തരത്തിൽ ക്രൈംബ്രാഞ്ചിന് നൽകിക്കൊണ്ടുള്ള തീരുമാനം എടുക്കുന്നത്. അപ്പോൾ ക്രൈംബ്രാഞ്ച് നൽകിയിട്ടുണ്ടെങ്കിൽ പോലും സമഗ്രമായി ജയിൽ വകുപ്പിന്റെയും അതോടൊപ്പം തന്നെ ഈ കമ്മീഷന്റെയും അന്വേഷണവും അതിന്റെ തെളിവെടുപ്പും ഉൾപ്പെടെ തുടരുകയും ചെയ്യും. ഗോവിന്ദചാമിയുടെ ജയിൽ ചാട്ടം ക്രൈംബ്രാഞ്ചും അന്വേഷിക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് ക്രൈംബ്രാഞ്ചും അന്വേഷിക്കുന്നത്. സിജോ വി ജോൺ ആണ് വിവരങ്ങൾ.